ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. ഇത് സാധാരണ ഐസ്ക്രീം പോലെയല്ല, ഷുഗറും ക്രീമും മിൽക്കും ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് മാംഗോ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 2 മാങ്ങയാണ്. അത് നമുക്ക് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. ഒരു 20 കാഷ്യൂ നട്ട്സ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെക്കുക. ഈ ഐസ്ക്രീമിൽ മധുരത്തിനായി ഡേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 6 മുതൽ 8 ഡേറ്റ്സ് വരെ എടുക്കാവുന്നതാണ്. അത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെക്കുക. ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് പൊതിർത്തി വെച്ച കാഷ്യൂ നട്ടും ഡേറ്റ്സും നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സും ഡേറ്റ്സും നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. അങ്ങനെ മൊത്തം നമ്മൾ ഈ ഐസ്ക്രീമിനായിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച മാങ്ങ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. മാങ്ങ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അരഞ്ഞെടുക്കുക. അപ്പോൾ അതാ ഞാനിത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെറ്റിംഗ് ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഈ ഐസ്ക്രീം ഒന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും ചെറീസും വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നല്ലോണം അടച്ചതിന് ശേഷം വേണം ഇത് ഫ്രീസറിൽ വെക്കാനായിട്ട്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് ഈ ഐസ്ക്രീം തണുപ്പിച്ചെടുക്കേണ്ടതാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീം പോലെ അത്ര സ്മൂത്ത് ആയിട്ടൊന്നും ഇരിക്കില്ല. കാരണം മാങ്ങയിൽ കുറച്ച് ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.